ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക തീയലാണ്. നമ്മൾ ഒരു മുറി തേങ്ങയും അതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും കൂടി ഇട്ട് നല്ല പോലെ വറുത്തെടുക്കുക. തീ സിമ്മിലിടാൻ മറക്കല്ലേ. തീ സിമ്മിലിട്ട് നല്ല പോലെ വറുത്തെടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് വറുത്തരച്ച് പാവയ്ക്ക തീയൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്കിതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് നല്ല പോലെ വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി പാവയ്ക്ക കിട്ടുകയാണെങ്കിൽ എന്തായാലും ഇതുപോലെ തേങ്ങ വറുത്തരച്ച് തീയിൽ വെച്ച് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. നമ്മൾ വിറകടുപ്പിലാട്ടോ ഉണ്ടാക്കുന്നത്, ഗ്യാസിലുണ്ടാക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടാക്കാം. നമ്മൾ മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അതിലേക്ക് 2-3 സ്പൂൺ എണ്ണ ഒഴിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കയും ഒരു സവോള അല്ലെങ്കിൽ ചെറുള്ളിയും കൂടി ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുക. ഞാൻ ഇവിടെ ഒരു സവോളയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ചെറുള്ളിയോ സവോളയോ ഇട്ട് നല്ല പോലെ വഴറ്റിയെടുക്കുക കേട്ടോ. അതിലേക്ക് ഒരു 2 തണ്ട് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് നല്ല പോലെ വഴറ്റിയെടുക്കണം. വഴണ്ട് എത്രമാത്രം കിട്ടുന്നോ അത്ര ടേസ്റ്റിലായിരിക്കും പാവയ്ക്ക തീയിൽ വരിക. പിന്നെ പാവയ്ക്ക നല്ല പോലെ വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കയ്പ്പും കൂടി മാറി കിട്ടും കേട്ടോ. അപ്പോൾ നല്ല പോലെ നമുക്ക് ഉള്ളിയും ഈ പാവയ്ക്കയും കൂടി വഴറ്റി എടുക്കാം. ഈ സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ മുളകും പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ല പോലെ വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി നമ്മൾ നല്ല പോലെ ഇളക്കി കൊടുക്കണം. ആ മസാല നല്ലതുപോലെ നമ്മുടെ പാവയ്ക്കയിലൊക്കെ പിടിച്ച് വരുന്നത് വരെ ഇളക്കിയെടുക്കാം. നിങ്ങൾ ഇതേപോലെ ഇളക്കിയെടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ മസാല വറുത്തരയ്ക്കുന്നതിന് തേങ്ങയുടെ കൂടെ ഇട്ട് വറുത്തെടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് 1 നെല്ലിക്ക വലുപ്പത്തിലെ പുളിയെടുത്ത് ആ പുളിവെള്ളം ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കണേ. എന്നാലുള്ളൂ പാവയ്ക്കയുടെ കയ്പ്പ് മാറി നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പുളിവെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ല പോലെ തിളയ്ക്കുന്നത് വരെ നമുക്ക് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഒഴിച്ച് നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ആവശ്യമായ രീതിയിൽ വെള്ളം വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാവയ്ക്ക തീയൽ റെഡിയായി കിട്ടും. ഇനി നമുക്ക് ഗ്യാസ് അടുപ്പത്തേക്ക് മാറ്റി കടുക് പൊട്ടിച്ചെടുക്കാം. നല്ല കുറുകി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നും ഇല്ലാതെ കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇത് കുറച്ചും കൂടി കുറുകി കിട്ടണമെങ്കിൽ കുറച്ച് നേരം കൂടി അടുപ്പത്ത് വെച്ച് നമുക്ക് കുറുക്കിയെടുക്കാം. അപ്പം നമുക്കിനി അതിലേക്ക് കടുക് താളിച്ചൊഴിക്കാൻ വേണ്ടി കടുകും ചെറുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കടുക് താളിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ പാവയ്ക്ക തീയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട്